SDPIക്ക് സംഭാവന നൽകിയവരെ സംബന്ധിച്ച വിവരശേഖരണം ആരംഭിച്ച ഇഡി. ഹവാല പണം വ്യക്തികളുടെ സംഭാവനയാക്കി മാറ്റുകയായിരുന്നു എന്നതാണ് കണ്ടെത്തൽ. സംഭാവന നൽകിയവർക്ക് മുൻകൂട്ടി പണം ലഭിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. SDPI കേന്ദ്രങ്ങളിൽ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജ്യവ്യാപകമായി വിവിധ SDPI കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പരിശോധന നടത്തി വരികയായിരുന്നു. ഇവിടെ നിന്ന് രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്, വിവിധ തെളിവുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഈ PFIയുമായുള്ള ബന്ധം, PFI ഭീകര സംഘടനയുമായുള്ള അല്ലെങ്കിൽ ഭീകരരുമായുള്ള ബന്ധം ആണ് ഈ SDPI കേന്ദ്രങ്ങളിലേക്ക് പരിശോധന നടത്താൻ കേന്ദ്ര ഏജൻസിക്ക് പ്രചോദനമായത്. അതിനുശേഷം നടത്തിയ പരിശോധനകളിൽ വ്യാപകമായി തെളിവുകൾ കണ്ടെത്തിയിരുന്നു. ഇവിടേക്ക് നിരവധി ഹവാല പണം എത്തിയതായിട്ടുള്ള ഒരു സംശയം കേന്ദ്ര ഏജൻസിക്ക് വന്നിരുന്നു. ആദ്യം തന്നെ SDPIക്ക് സംഭാവന നൽകിയവരെ കുറിച്ചുള്ള വിവരശേഖരണമാണ് ഇപ്പോൾ ED ആരംഭിച്ചിരിക്കുന്നത്. അതായത് വ്യക്തികളിലൂടെ ഹവാല പണം SDPI എന്ന സംഘടനയ്ക്ക് സംഭാവനയായി നൽകുകയായിരുന്നു അല്ലെങ്കിൽ സംഭാവനയായി മാറ്റുകയായിരുന്നു എന്നുള്ള ഗുരുതര കണ്ടെത്തൽ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നു എന്നതാണ് വാർത്ത. ഏറെ ഗൗരവതരമായുള്ള വാർത്തയും കൂടിയാണ്, റിപ്പോർട്ട് കൂടിയാണ്. സംഭാവന നൽകിയവർക്ക് മുൻകൂട്ടി പണം ലഭിച്ചു എന്ന കണ്ടെത്തൽ കൂടി ED നടത്തുന്നുണ്ട്. കേരളത്തിൽ രണ്ട് പ്രധാന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിലായിരുന്നു രാജ്യവ്യാപകമായി കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കാലം ED പരിശോധന നടത്തിയിരുന്നതും. ജിഷ്ണു കൃഷ്ണൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപകമായ പരിശോധന നിലവിൽ SDPIയുടെ പ്രവർത്തനങ്ങളും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് SDPIക്കും നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിനും സംഭാവന നൽകിയവരെ സംബന്ധിച്ച് വിവരശേഖരണം അന്വേഷണ ഏജൻസി നടത്തിവരികയാണെന്നുള്ളതാണ്. ഈ സംഭാവന നൽകിയത് ആരൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അവരുടെ ബാങ്ക് വിവരങ്ങൾ, അവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാട്, ബാങ്ക് വഴി അല്ലാതെ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇവ സംബന്ധിച്ചുള്ള വിശദമായ വിവരശേഖരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ED തന്നെ വ്യക്തമാക്കിയത് സംഭാവനകൾ ലഭിച്ചതിൽ പിശകുണ്ട് അല്ലെങ്കിൽ സംഭാവനകൾ ലഭിച്ചതിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ED റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് SDPIക്കും PFIക്കും സംഭാവന നൽകിയവർക്ക് മുൻകൂട്ടി തന്നെ ആ പണം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് പോപ്പുലർ ഫ്രണ്ട് അനധികൃതമായി സമാഹരിച്ചിട്ടുള്ള പണം, അത് ഭീകരവാദത്തിന്റെ വഴിയിലൂടെ ഹവാല, അത്തരത്തിൽ അനധികൃതമായി പോപ്പുലർ ഫണ്ട് സമാഹരിച്ച പണം വ്യക്തികളിലൂടെയും ഇത്തരത്തിൽ SDPI പോപ്പുലർ ഫണ്ടുമായി അടുത്തു നിൽക്കുന്ന സ്ഥാപനങ്ങളിലൂടെയും സംഭാവന രൂപത്തിൽ വീണ്ടും SDPI പോപ്പുലർ ഫണ്ടിലേക്ക് എത്തുകയും അത്തരത്തിൽ സംഭാവനയായി എത്തുമ്പോൾ അത് ഈ സംഘടനകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അനധികൃതമായി പണം സ്വരൂപിക്കുന്നു, അത് വ്യക്തികളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും സംഭാവനയായി തിരിച്ച് SDPIക്കും പോപ്പുലർ ഫണ്ടിനും ലഭിക്കുന്നു. അത്തരത്തിൽ സംഭാവന ലഭിച്ചതിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ED വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഭാവന നൽകിയവരും കുടുങ്ങും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ വിവരശേഖരണം, ബാങ്ക് സ്റ്റേറ്റ്മെന്റും ബാങ്ക് വഴി അല്ലാതെ നടത്തിയിട്ടുള്ള ഇടപാടുകൾ, ഈ SDPIക്കും പോപ്പുലർ ഫണ്ടിനും ഇത്തരത്തിൽ സംഭാവന നൽകിയവരെ സംബന്ധിച്ച് രാജ്യവ്യാപകമായി വിശദമായ ഒരു പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തി വരികയാണ്. അതിന്റെ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ മുഹമ്മദ് കുട്ടി ഫൈസി അറസ്റ്റിലായതിനെ തുടർന്നാണ് SDPIയുടെ ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നത്. SDPIയെ നിയന്ത്രിച്ചത്, സാമ്പത്തികമായും ആശയപരമായും SDPIയെ നിയന്ത്രിച്ചത് നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫണ്ടാണ് എന്നുള്ളത് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിലും ഒപ്പം റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് IBയും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും SDPIക്ക് ലഭിച്ച പണമിടപാടുകളുടെ പണത്തിന്റെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ടൊരു വിശദമായ പരിശോധന ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കേരളത്തിലെ വിവിധയിടങ്ങളിൽ, ഒപ്പം ചെന്നൈ, ബംഗളൂരു, ലക്നൗ, ജയ്പൂർ, ഡൽഹി തുടങ്ങി വിവിധയിടങ്ങളിൽ SDPI ഓഫീസുകളിലും SDPI ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ വീടുകളിലും അവരുടെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഒപ്പം
രേഖകൾ, ചോദ്യം ചെയ്യൽ ഇവയിൽ നിന്നാണ് ഇത്തരത്തിൽ സംഭാവനയിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്ന നിഗമനത്തിലേക്ക് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത്. ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തിന് പുറത്തു നിന്നെത്തുന്ന ഹവാല പണം, അല്ലാതെ PFI സമാഹരിക്കുന്ന ഭീകരവാദ ഫണ്ട്, ഇതെല്ലാം തന്നെയും PFIയുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തികളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും സംഭാവനയായി സ്വീകരിക്കുന്നു. അതായത് സംഭാവന നൽകിയ വ്യക്തികൾക്ക് ആ തുക മുൻകൂട്ടി ലഭിക്കുകയാണ്. ആ തുകയാണ് സംഭാവനയായി വീണ്ടും SDPIയിലേക്കും പോപ്പുലർ ഫണ്ടിലേക്കും എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സംഭാവന നൽകിയവരെ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് വിശദമായ വിവരശേഖരണമാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. ഇതിന്റെ ഒരു അന്തിമ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിലും ആഭ്യന്തര മന്ത്രാലയത്തിനും സമർപ്പിക്കുമ്പോൾ PFIക്കെതിരെ സ്വീകരിച്ചതിന് സമാനമായ കടുത്ത നടപടികൾ SDPIക്കെതിരെയും സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ PFIയും അതിന്റെ അനുബന്ധ സംഘടനകളും എല്ലാം തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിരോധിക്കുകയും ഓപ്പറേഷൻ ഒക്ടോപ്പസിലൂടെ മുഴുവൻ ഭീകരവാദികളെയും പിടികൂടുകയും ചെയ്തപ്പോൾ അന്ന് നിരോധിക്കാതിരുന്ന സംഘടന രാഷ്ട്രീയ മുഖമായിട്ടുള്ള SDPI ആണ്. SDPIയെ കുറിച്ച് നേരത്തെ, അതായത് ഒരു 2 ആഴ്ച മുമ്പ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത് ആന്തരികമായി തീവ്ര ഇസ്ലാമിക സ്വഭാവവും പുറത്ത് ജനങ്ങൾക്കിടയിൽ ഒരു പൊതുമുഖവും സൃഷ്ടിച്ചുകൊണ്ട്, അത്തരത്തിലൊരു കപടമുഖവും സൃഷ്ടിച്ചുകൊണ്ടാണ് SDPIയുടെ പ്രവർത്തനമെന്ന പ്രാഥമിക റിപ്പോർട്ട് ഇതിനോടകം തന്നെ ED കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഭാവനയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങിയ അന്തിമ റിപ്പോർട്ട് കൂടി നൽകുന്നതോടെ SDPIക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശരി ജിഷ്ണു.